ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ മേലെ ഞാൻ ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു നിനക്കൊന്ന് ബാർബർ ഷോപ്പിൽ പൊക്കൂടാ, നിനക്ക് ആ മുടിയൊന്ന് വെട്ടിക്കൂടെ, ആണിന്റെ കോലത്തിൽ നടന്നത്. അത് ഞാൻ ഒരുപാട് കാലമായിട്ട് വളർത്തിയതാണ്. ക്യാൻസർ പേഷ്യന്റിന് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വളർത്തി 2 വർഷത്തോളമായിട്ട് പേഷ്യന്റിന് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വളർത്തിയൊരു മുടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വളർത്തിയത്. അപ്പോൾ ഏകദേശം ആയിട്ടും തോന്നും. അപ്പോൾ ഞാനിതുവരെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവളും പറയും, എല്ലാവരും കമന്റ് ചെയ്യുന്നു, ബാഡ് കമന്റ് ചെയ്യുന്നു, വെട്ടിക്കൂടെ എന്ന്. അപ്പൊ ഇന്ന് ഇവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പോകുന്നുണ്ടോ? എന്താണ്? അപ്പൊ എന്നോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനും അങ്ങനെയല്ല, എനിക്ക് ഓരോരുത്തരും മുടി വളർത്തുന്നതും താടി വളർത്തുന്നതൊക്കെ അവരുടേതായിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് പേര് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. ഇക്കാൻ്റെ ഇഷ്ടമാണ് ഒക്കെ, ഇക്കാൻ്റെ ഒരു പാഷന്റെ ഭാഗമായിട്ട് ഇത് വളർത്തിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് ആ ഒരു ആരെങ്കിലും ഇങ്ങനെ പോണവരുണ്ടാവും, പക്ഷെ നമ്മുടെ കൺസെപ്റ്റില് പെണ്ണാവുമ്പോ ഇങ്ങനെ ഒരു രൂപത്തിലായിരുന്നില്ല. പെണ്ണ് കിട്ടില്ല. അതെ, പെണ്ണ് കിട്ടില്ല എന്ന് ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആണുങ്ങളുണ്ടാവും. അങ്ങനെ ആ രൂപത്തിൽ കിട്ടണം എന്ന മതി എന്ന് ഉദ്ദേശിക്കുന്ന ആണുങ്ങളുണ്ടാവും. പെണ്ണ് കിട്ടോ, അത് ഓരോരുത്തരുടെ കൺസെപ്റ്റാണ്. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ആ മുഖം. അപ്പൊ ഞാൻ പറയും എപ്പോഴും എനിക്ക് അങ്ങനെ നടന്നുകൂടെ, എനിക്കത് ഇഷ്ടമാണ്. അല്ലാണ്ട് ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. വെട്ടണം പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. അപ്പൊ ഇന്ന് രാവിലെ എണീച്ചപ്പോ എന്താ ബോധോദയാണോന്ന് അറിയില്ല. ബോധോദയല്ല, ഞാൻ ജസ്റ്റ് ലെങ്ത് ഒന്ന് നോക്കി. അപ്പൊ ഏകദേശം ലെങ്ത് ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് വെട്ടാൻ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്താണ് ഇങ്ങനെ ക്യാൻസർ പേഷ്യന്റ്. അതാണെങ്കിൽ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. പാവം എൻ്റെ ഒക്കെ എപ്പോഴും ആരെന്ത് പറഞ്ഞാലും അതൊക്കെ മനസ്സിലൊതുക്കി ഇങ്ങനെ വെച്ചിട്ട് ഇന്നാണ് കേട്ടോ പറയണത്. ഐ എം പ്രൗഡ്. അപ്പൊ എന്തായാലും മുടി വെട്ടിയിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ വെട്ടിയിട്ട് നല്ല കോലത്തിൽ ഇതും വെട്ടിയിട്ട് നല്ല സുന്ദരനാക്കി നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ബാക്കി എന്തായാലും മുടി വെട്ടാൻ കൊണ്ടുപോകണം. കുഞ്ഞാറ്റിന് വെട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഇനി ബാർബർ ഷോപ്പിൽ പോയിട്ട് ബാക്കി ഇത് കാണാട്ടോ. അപ്പൊ നമ്മള് മുടിയൊക്കെ വെട്ടി. ഇന്നലെ ആയിരുന്നു മുടി വെട്ടിയത്. ശബ്ദം പോയിട്ടാ. ഒരു പനി വന്നാണ്. 2 ദിവസം പനിച്ച് കിടന്നു. അതിനുശേഷം ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു. തൊണ്ടവേദന മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് രാവിലെ എണീറ്റ് നോക്കുന്നു, ശബ്ദം പോയി. അപ്പൊ ഇന്നലെ ചെയ്ത വീഡിയോ, നമ്മളെ മുടി വെട്ടിയ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞെന്തെന്ന് വെച്ചാല്, ഒരുപാട് ആൾക്കാര് കുറെ കമന്റ് ചെയ്തു, അവനൊന്ന് ബാർബർ ഷോപ്പിൽ കൊണ്ടുപോകും, അവനൊന്ന് മുടി വെട്ടിക്ക്, മനുഷ്യക്കോലത്തിൽ നടത്ത്, ആനയാണ്, ചേനയാണ്, കുതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാരും പറയുന്നതാണ് കേട്ടോ. ഈ താടി മുടിയും വളർത്തിക്കഴിഞ്ഞാല് കാണുന്നവരെല്ലാരും പറയും. ശബ്ദത്തിന് ചെറിയ പ്രശ്നം, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. നിന്റെ അടുത്ത് എന്തൊക്കെയാ പറയില്ല ആൾക്കാര്? എന്തിനങ്ങനെ മുടി വളർത്തിക്കണേ, എന്താണ് നിനക്കൊന്നും പറയാൻ തോന്നില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. നിനക്ക് കണ്ടിട്ടൊന്നും തോന്നില്ലേ, നിനക്ക് പറയും, നീ എന്താ പറയാത്തന്നൊക്കെ ഒരുപാട് പേര്. ഞാനൊക്കെ ചിരിച്ചിങ്ങനെ വിടും. എനിക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടമാണ്. ഒരിക്കലും ഇക്ക എന്റെ അടുത്ത് ഇന്ന് വരെ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇതാവരുത് എന്നൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഒരാൾക്ക് എന്തും ഡ്രസ്സിങ് ഇതാണെങ്കിൽ ശരി, എന്താണെങ്കിൽ ശരി, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഇക്കാക്കും ഉണ്ട്. എനിക്ക് കാണാൻ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇക്ക അത് ചെയ്യലുണ്ട്, ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞ അതേ മോഡലിൽ തന്നെ എന്തൊക്കെ മുടി കെട്ടിയിരുന്നു. എനിക്ക് അതിന് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട്. എന്നെക്കാൾ കൂടുതൽ ആൾക്കാർ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കൊന്ന് പറഞ്ഞ് ശരിയാക്കിക്കൂടെ, നിനക്കൊന്ന് പറഞ്ഞ് റെഡി ആക്കിക്കൂടെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതൊക്കെ സഹിച്ചിട്ടുണ്ട്. പിന്നെ കാണുന്ന ആൾക്കാർ മൊത്തം പറയും, എന്ത് കോലാണ്. കാരണം നമ്മൾ മുടി വളർത്തി കഴിഞ്ഞാല്
അത് ഭയങ്കര പ്രശ്നമായി. കള്ളാണ്, കഞ്ചാവാണ് എന്നൊക്കെയാണെന്ന് അറിയോ പറയാ. മുടി വളർത്തിയ ആൾക്കാർക്ക് അറിയാട്ടോ അതിന്റെ കഷ്ടം എന്താണ്. മുടി വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് ഇതേപോലെ മുടിയൊക്കെ ഇതും ഈ വെട്ടിയതിനും പറയും, ഈ വെട്ടിയതിനും പറയും. കാരണം അത് എന്ത് വെട്ടലായിരുന്നണ്ട, ഞാൻ ബാക്കിലൊക്കെ നിർത്തി സൈഡ് എടുത്തിട്ട് ബാക്കിലൊക്കെ നിർത്തി ഇങ്ങനെ. നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കൺസെപ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാല് നല്ല കുട്ടികൾ എന്ന് വെച്ചാല് താടിയൊക്കെ വടിച്ച് മീശയൊക്കെ കറക്റ്റ് വെട്ടി ഒതുക്കി മുടിയൊക്കെ കറക്റ്റ് സ്റ്റൈലില് കുറ്റി കുറ്റിയാക്കി വെട്ടിയിട്ട് അങ്ങനെ നാട്ടിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നല്ല ആൾക്കാരാണ്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കുറച്ച് മുടി വളർത്തി കുറച്ച് താടിയും വളർത്തി നടന്നാല് അവരെല്ലാം മോശപ്പെട്ട്. ഇങ്ങനെയാണ് മിക്ക നാടുകളിലും കണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ നല്ലവരായ നാട്ടുകാരെ അവരുടെ നാട്ടുകാരെ കൊണ്ട് എനിക്കൊരു ദേഷ്യ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം കുറെ ആവുമ്പോ പിന്നെ അവര് ചോദിച്ച് 2 വർഷം ഞാൻ മുടി വളർത്തി കുറെ ചോദിക്കണം, നമ്മള് ചിരിച്ച് തള്ളു. പിന്നെ അവരുടെ അടുത്തൊന്നും പ്രതികരിക്കുന്നില്ല. നമ്മൾ പ്രതികരിക്കാൻ പോയാലല്ലേ കുഴപ്പമുള്ളൂ. ഇപ്പൊ അവര് നീ എന്തിനാ അങ്ങനെ മുടി വളർത്തിയെന്ന് വെച്ചാൽ നിനക്ക് എന്താ ഞാൻ വളർത്തിയാല് അങ്ങനെ കഴിക്കുമ്പോഴല്ലേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അവര് പറയും നീ മുടി വളർത്തിയ എന്തിനാ അങ്ങനെ വെട്ടിക്കൂടെ, നിനക്ക് വെട്ടിയിട്ട് അങ്ങനെ മനുഷ്യ പോലെ നടന്നൂടെ. നമ്മള് ചിരിക്കും. ഇങ്ങനെ ചിരിക്കും, ഉണ്ടാതെ വരും. ആ ചിരിയിലെല്ലാം ഉണ്ട്. അങ്ങനെ കുറെ പറയുമ്പോ അവർക്ക് മടുക്കും, അവര് നിർത്തും. അവര് പറഞ്ഞു കൊണ്ടുമ്പോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാക്കാൻ പോകുന്നില്ല. എന്താ പറയുന്നത് അങ്ങനല്ലേ? ഒരാള് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ആഗ്രഹം മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് മുടി വളർത്താൻ തോന്നുന്നുണ്ടോ നിങ്ങൾ വളർത്തുക. നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മൾ നടക്കണതാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ വേറൊരു കാര്യം പറയുന്നുള്ളത്, ഈ താടിയും മുടിയും വളർത്തുന്ന എല്ലാവരും കള്ളും കഞ്ചാവൊന്നും അല്ല കേട്ടോ. അവര് നല്ല ആൾക്കാരും ഉണ്ടാവും. അതുപോലെ ഈ മുടിയും വെട്ടി താടിയും വടിച്ചിട്ട് നടത്തുന്ന എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരും അല്ല. അത് നിങ്ങളെ നാട്ടുകാരും ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഈ മുടിയും താടിയും വളർത്തുന്നത് ഒരു തെറ്റുമല്ല, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ. ആദ്യകാലത്ത് നോക്കുകയാണെങ്കിൽ താടിയൊന്നും ഉണ്ടായിരുന്നില്ല, വളർത്തി വെക്കില്ല, മൊത്തം വടിച്ച് കളയല്. ഇപ്പോഴും ഈ താടിയൊക്കെ ഒരു 5-10 വർഷമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ താടിയൊക്കെ ഇതുപോലെ വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോ മോഡൽ മാറി മാറി വരും. അതിനനുസരിച്ചിട്ട് മനുഷ്യന് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നാട്ടുകാര് അതില് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹത്തിനൊത്ത് നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അല്ലാണ്ടായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക. വളരെ ചുരുങ്ങിയ കാലമല്ലേ ജീവിതമുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കണം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുക. അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവര് അങ്ങനെ പറയും ഇവരിങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോ എന്റെ ഹെയർ സ്റ്റൈല് ഇഷ്ടമായി കഴിഞ്ഞാല് ഒരു കമന്റ് ചെയ്യട്ടാ. എങ്ങനെയുണ്ട് എന്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെട്ടുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വട്ടമായി മുടി വെട്ടിപ്പിച്ചിട്ടോ ഞങ്ങൾ ഇതൊക്കെ വൈഫിന്റെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. അവള് ഇങ്ങനെ വെട്ടെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. പക്ഷെ ഞാൻ ഇവിടെ പോയിട്ട് വരുമ്പോ ഈ ഫ്രണ്ട് കുറച്ച് മുടിയും കൂടി കൂടുതലുണ്ടായിരുന്നു. അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞു അയ്യോ അത് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കണം ഫ്രണ്ട്, എന്നാലാണ് ആ ഒരു കറക്റ്റ് ഒരു ലെവലിൽ നിൽക്കുള്ളൂ. കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെയും പാവത്തിന് വിട്ടു കേട്ടോ. അപ്പൊ അതുപോലെ ചെയ്തിട്ട് വന്നു കേട്ടോ. അത് ബാക്ക് കുറച്ച് നിർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്ക് കുറച്ച് ഇങ്ങനെ നിർത്തിയിട്ട് ചെറുതായി ഇങ്ങനെ നിർത്തണം എന്ന് നമുക്ക് ഓരോ കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ വെട്ടി. ഓക്കെ, അപ്പോ എന്റെ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി, ശബ്ദമൊക്കെ ശരിയായിട്ട് നല്ലൊരു വീഡിയോയുമായി വരാം. അപ്പോ ബൈ.